ഹലോ നമസ്കാരം. ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. ആൽമണ്ട് ബൂസ്റ്റ് കേക്ക്. ഒന്നും പറയാനില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയായ കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിതൊരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയാട്ടോ ഇത് ഉണ്ടാക്കിയത്. നമുക്കിപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 240 ml കപ്പിൽ 1 കപ്പ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ് എടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 3 തവണ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു തവണ അരിച്ചിട്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിലേക്ക് എടുക്കുന്നത് 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ്. അതും ഒരു 1/4 കപ്പോളം ആൽമണ്ട്സ് എടുക്കുന്നുണ്ട്. അതായത് ഒരു പിടി, ഒരു 10-20 ബദാം എടുക്കുക. എന്നിട്ടത് നന്നായി പൊടിച്ച് മാറ്റി വയ്ക്കുക. ഇനി ഒരു 4 മുട്ട ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ചെറിയ മുട്ട ആയതുകൊണ്ട് 4 എടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 3 എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ വൈറ്റ് കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഷുഗറും അതുപോലെ ആൽമണ്ട്സും കൂടിയുള്ള പൗഡർ ഇട്ട് കൊടുക്കുക. അതൊരു 2-3 പ്രാവശ്യമായിട്ട് മുട്ടയുടെ മിക്സിലോട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. മുട്ട നല്ല വൈറ്റ് കളറിൽ നല്ല ഫ്ലഫി ആയിട്ട് വരണം. അതിനുശേഷം ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ 1/4 കപ്പ് തന്നെ ഒഴിച്ചാൽ മതി, അതിൽ കൂടുതൽ ഒഴിക്കേണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ലോ സ്പീഡിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. ഓയിൽ എല്ലായിടത്തോട്ടും എത്തുന്ന രീതിയിൽ 1 മിനിറ്റ് ബീറ്റ് ചെയ്യുക. മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. മൈദയുടെ മിക്സ് അത് ഒരു 3 വട്ടമായിട്ട് വേണം ഇടാനായിട്ട്. ഒരു പ്രാവശ്യം ഇട്ടതിന് ശേഷം ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പാച്ചില ഉപയോഗിച്ചോ നന്നായിട്ട് പതിയെ മിക്സ് ചെയ്യാം. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കരുത്, പതിയെ മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഒരു 2 വട്ടം മൈദ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ബൂസ്റ്റാണിത്. അതായത് ഒരു 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റ് ഉണ്ടല്ലോ, അത് പകുതി എടുത്തിട്ട് 1/4 കപ്പ് പാലിൽ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് 1/4 കപ്പ് ഫുള്ളായിട്ട് ഒഴിക്കണം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫ്ലോറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മളതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റുക. ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ട് 2-3 വട്ടം ടാപ്പ് ചെയ്യണം. ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി 2-3 വട്ടം ടാപ്പ് ചെയ്തിട്ട് നമുക്കൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റോ ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതിന് മുന്നേ പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ. 200 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യണം. എന്നിട്ട് വേണം 180ൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കണം. അതിനായിട്ട് 1 കപ്പ് ക്രീം എടുക്കുന്നുണ്ട്. 240 ml കപ്പിൽ 1 കപ്പ് നിറയെ ക്രീം എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ്, അങ്ങനെ ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. റിബൺ കൺസിസ്റ്റൻസി ആവണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു പാക്കറ്റ് ബൂസ്റ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ്. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ബൂസ്റ്റ് ആ ക്രീമിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക കേട്ടോ. ക്രീമിൽ ഈ ബൂസ്റ്റ് ഇടണം കേട്ടോ. അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമുക്ക്. എന്നിട്ട് ക്രീം റിബൺ കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് എടുത്തിരിക്കുന്നത്, പഞ്ചസാര വെള്ളമല്ല എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടി ഇട്ടിട്ടാണ് തിളപ്പിച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള കേട്ടോ. അങ്ങനെയുള്ള ഷുഗർ സിറപ്പാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത്. കണ്ടോ, ഇതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഓരോ സ്പോഞ്ച് ഞാനൊരു 3 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഏറ്റവും മുകളിലത്തെ ലെയറാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് വെച്ച് കൊടുത്തേക്കുന്നത്. അതിൽ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ച് വെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്രീം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ബദാം ക്രഷ് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുക. കൂടെ മിൽക്ക് ചോക്ലേറ്റ് കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. മിൽക്കി ബാർ ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് പൊടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ, 2 ലെയറിലായിട്ട്. എന്നിട്ട് സെക്കൻഡ് ലെയർ വയ്ക്കുക. അതിലും ഇങ്ങനെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. ക്രീം തേക്കുക, അതുപോലെ തന്നെ ബദാം ഇട്ട് കൊടുക്കുക. 3rd ലെയറായിട്ട് ഏറ്റവും ലാസ്റ്റ് കട്ട് ചെയ്യണം ലെയർ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അത് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്യുക. അതുപോലെ ക്രീം വെച്ച് നന്നായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. ക്രീം നന്നായിട്ട് വെച്ച് എന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ഫോർക്ക് കൊണ്ടിട്ടാണ് ഡിസൈൻ ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റും പോലെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് ജസ്റ്റ് 4 കോർണറിലും ഫ്ലവർ കൊടുക്കുന്നുണ്ട് നോസിൽ വെച്ചിട്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ബോർഡറിലും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡിസൈനൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ കേക്ക്. പറ്റുമെങ്കിൽ നമ്മൾക്ക് തലേ ദിവസം ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. പിറ്റേ ദിവസമാണോ എടുക്കണ്ടെങ്കിൽ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക് കിട്ടും. എന്ന് വെച്ച് അന്ന് തന്നെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ അന്ന് തന്നെയാണ് ഇത് കട്ട് ചെയ്തേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കേക്കിന്. ആൽമണ്ട്സും ബൂസ്റ്റും ഉപയോഗിച്ച് ഇത്ര നല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ബർത്ത്ഡേക്ക് വരുമ്പോൾ. അതുപോലെ എൻ്റെ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്